വെമ്പായം അണിയിച്ചിരിക്കുക. വിക്ടറി ഫെസ്റ്റ് 2K24 ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ജസ്റ്റ് എല്ലാവരും വിനിയോഗിക്കാം. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിവൺ. എന്താ ആർക്കും വിഷയമില്ലാത്ത എല്ലാവരും ഇപ്പോഴും SSLC +2 എക്സാമിൻ്റെയൊക്കെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് SSLC +2 അല്ലെങ്കിൽ +2 എക്സാമൊക്കെ നന്നായി എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒത്തുതീർന്നിരിക്കുന്നത് എന്തിനാണ്? ഒരു മൊമെൻ്റോയും ഒരു സ്നേഹാദരവൊക്കെ ഏറ്റുവാങ്ങിക്കണം അല്ലേ? അത് സ്വന്തം പേരൻസിൻ്റെ മുമ്പിൽ ഒരു വേദിയിൽ നിന്ന് ഒരു മൊമെൻ്റോ ഏറ്റുവാങ്ങിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അങ്ങനെ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വേദിയോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കാരണം ഞാൻ 10 പാസ്സായില്ലെങ്കിൽ ജോലിക്ക് പോകും. കാരണം എൻ്റെ വീട്ടിൽ 3 പേരാണ്, എൻ്റെ ചേച്ചി, ഞാൻ, അനിയൻ. ആ 3 പേരിൽ ഒരാളെ പഠിക്കാനുള്ള സാമ്പത്തികം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം സ്വാഭാവികമായിട്ട് റിസൾട്ട് വന്നാലും ജയിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ തരും പോകണം, ജോലിക്ക് പോകണം. അപ്പോൾ ജോലിക്ക് പോകുന്ന എൻ്റെ അച്ഛൻ്റെ കൂടെ പെയിൻറ്റിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കവറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കൊണ്ടാണ് പോകുന്നത്. ആ സമയത്ത് എന്നോട് പഠിച്ച കുട്ടികൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുണ്ട്. ഞാൻ പോകുന്ന ബസ്സിൽ എന്നോടൊപ്പം യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ചോദിക്കും എന്തൊക്കെ പഠിക്കാൻ പോകുന്നതിനെ കളിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ. അങ്ങനെ ഞാൻ പഠിച്ചു, ജോലി ചെയ്തുകൊണ്ട് പഠിച്ചു. ഞാൻ +1 +2 പാസ്സായി. അതുപോലെ ഏവിയേഷൻ BBA പട്ടം ഫ്രാങ്കിങ് എന്ന കോളേജിൽ നിന്ന് പാസ്സായി. അതുകൊണ്ട് അഭിമാനപൂർവ്വം ആ ഒരു പഠിത്തം ഞാൻ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് പഠിച്ചതുകൊണ്ട് ഇത്രയും കുട്ടികൾ അല്ലെങ്കിൽ ഇത്രയും പേരൻസ് പങ്കെടുക്കുന്ന, ഇത്രയും വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്ന ഈ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ അവസരം കിട്ടി. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന വെമ്പായം കൈരളി യൂണിവേഴ്സിറ്റി എല്ലാ നല്ലവരായ സ്റ്റാഫുകളും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും എൻ്റെ പേരിൽ 1000 നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. വിക്ടറി ഫെസ്റ്റ് 2K24 ഏവർക്കും ഹാർദമായ സ്വാഗതം. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കന്യാകുമാരി, ഗവൺമെന്റ് HSS നെടുവേലി, ഗവൺമെന്റ് ഹൈസ്കൂൾ കന്യാകുമാരി, ഗവൺമെന്റ് HSS പിരപ്പൻകോട്, SSLC +2 എക്സാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരും കൂടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾ, കൂടാതെ പരിമിതികളെ അതിജീവിച്ച് പോരാടി ഈ വിജയം കരസ്ഥമാക്കിയ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്ന ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ, കൈരളി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കും ഈ ഒരു നിമിഷം അഭിമാനിക്കാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫുകളുടെ മക്കൾ, കൈരളി മാനേജ്മെന്റ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള വിശിഷ്ട അതിഥികൾ, ഒപ്പം കൈരളി ജ്വല്ലേഴ്സ് കല്ലമ്പലം, വർക്കല, പേരുക്കട ഷോപ്പുകളിലെ നല്ലവരായ സ്റ്റാഫുകൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും കൈരളി ജ്വല്ലേഴ്സിന്റെയും കൈരളി മാനേജ്മെന്റിന്റെയും പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി കൈരളി വെമ്പായം ബ്രാഞ്ചിലെ ജനറൽ മാനേജറായ ശ്രീ S. ഷാജഹാൻ സാറിനെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരീക്ഷ എന്ന കടമ്പകടം അഭിമാനത്തോടുകൂടി ഏറ്റവും മികച്ച വിജയമായി എഴുതുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മിടുക്കരെ മിടുക്കുന്നത് രക്ഷിതാക്കളെ, അധ്യാപകരെ, കൈരളി യൂണിവേഴ്സിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്കേവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. രണ്ട് വിജയത്തിന്റെ ആഘോഷമാണ് ഇന്നലെ ഞങ്ങൾ നടത്തുന്നത്. ഒന്ന് പരീക്ഷയുടെ വിജയം. നിങ്ങൾക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘട്ടമാണ് 10ാം ക്ലാസ്, അത് കഴിഞ്ഞ് +2. ആ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുക എന്നുള്ളത് ഏറ്റവും വലിയ, നമുക്ക് ആദ്യ പ്രായത്തിൽ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ആ പരീക്ഷയിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ അല്ലെങ്കിൽ ഉന്നതരായി മിടുക്കലുമാക്കാൻ
നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ ഏറെ പരിശ്രമിക്കുന്നു. ആ വിജയത്തിൻ്റെ ആഘോഷം നൽകുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ കൈരളി പോലീസ് ഏറെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെ വരവേൽക്കുന്നത്. കൈരളി പോലീസിൽ ആരംഭിച്ചിട്ട് ഏകദേശം 9 മാസമാണ്. നിങ്ങൾക്കറിയാം, 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി 1990 വർക്കല ആരംഭിച്ച സ്ഥാപനമാണ് കൈരളി പോലീസ്. ഒരു വർഷം പോലും പെരുന്നതിന് മുമ്പേ ഇതുപോലെ മഹാസംഗമം മെഡിക്കൽ മഹാസംഗമം നടത്താൻ സാധിച്ചത് നിങ്ങളുടെ നിറഞ്ഞ പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് വന്ന ഈ അവസരത്തിൽ SSLC +2 പരീക്ഷയുടെ റിസൾട്ടുണ്ട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാന്യങ്ങളോട് പറഞ്ഞു, സാർ, കുട്ടികൾ ഒരുപാട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിലെ കുട്ടികൾ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് A+ഉം SSLC +2 A+ഉം അവർ ഷോപ്പിൽ വരുമ്പോൾ ഞങ്ങൾ അവരെ ഒരു ആദരിക്കൽ അല്ലെങ്കിൽ അനുമോദിക്കൽ ചടങ്ങ് നടത്തുന്നു. അവരുടെ കുട്ടികളെ അത്രയേറെ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട എന്ത് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് മാത്രമല്ല, നമ്മുടെ ഈ മേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളും അവരെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ട പരിപാടികളായാണ് ഈ മഹാസംഗമം ഈ മേഖലയിലെ മാണിക്കൽ പഞ്ചായത്തിലെയും കുമ്പായം പഞ്ചായത്തിലെയും മെഡിക്കൽ ഇരിക്കുന്നതുമായ കുട്ടികളുടെ സംഗമം കൂടി സംഘടിപ്പിക്കാൻ ചേർത്തത്. അതിന് കാലത്തിലായ ബഹുമാനത്തിന് നേടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊരു മാതൃക നമുക്കറിയാം. റിസൾട്ട് വന്നിട്ട് 10-20 ദിവസങ്ങളായി അതിനെ ഞങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ ഏറെ പ്രയാസങ്ങൾ. ആ ഈ ഒരു സംഗമത്തിലൂടെ ഞങ്ങളോട് സഹകരിച്ചത് ബഹുമാനപ്പെട്ട സ്കൂളുകൾ, അധ്യാപകർ, PTA രക്ഷിതാക്കൾ, അതിനെ വിവിധപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നിരവധി പേരുടെ കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് മെഡിക്കലിലേക്ക് എത്തിക്കേണ്ടത്. ഏകദേശം 300 കുട്ടികളാണ് ഈ അവാർഡ് ദാനത്തിൽ പങ്കെടുക്കുന്നത്. ഹൈസ്കൂൾ കഴിയാനുള്ള ചിലപ്പോൾ GHS എന്നീ 4 സ്കൂളുകളിലെ കുട്ടികളാണ് സംഗമത്തിനായി തിരഞ്ഞെടുക്കുന്നത്. പേര് പറയുമ്പോഴേ ഉള്ള ആളൊന്നും എണീക്കണം, അവർക്ക് അറിയത്തില്ല ആരാണെന്ന് വരുന്നത്. മറ്റേ സമയത്ത് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ നൽകുകയില്ല കുറച്ച് കുട്ടികൾ, ഒരു 5 വിദ്യാർത്ഥികളെ കൂടി ഞാൻ അവരെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കേണ്ട, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട വിജയമാണ് ആ 5 കുട്ടികളുടെ വിജയം. കന്യാകുമാരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കുട്ടികൾ അവർ തന്നെയാണ് ഇന്നത്തെ കാലമായി അവരെ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ ആ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ തന്നെയാണ് ആ കുട്ടികളുടെ ഓരോ വിജയത്തെയും കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ ഏറ്റവും വലിയ കരഘോഷത്തോടെയായിരിക്കണം ഈ നാട്, ഈ നാട്ടുകാർ അവരെല്ലാവരും എത്തിച്ചേർന്നത്. ഞാൻ ആമുഖമായി നേരത്തെ കാര്യം പറഞ്ഞതാണ്. നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 2 വിജയങ്ങളാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഒന്ന് പരീക്ഷയുടെ വിജയം, ഒന്ന് കൈരളി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുടെ വിജയം. ഈ നാടകത്തിന് ശേഷം അതിൻ്റെ ഞങ്ങളെ കുറിച്ച് വിലയിരുത്താൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ജനപ്രതിനിധികൾ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 9 മാസക്കാലമായി നിങ്ങൾ സാധാരണ കിട്ടാൻ വിഷയങ്ങളുടെ ചുമതല സ്വർണ്ണത്തിന്റെ പരസ്യം, കസ്റ്റമറോടുള്ള പെരുമാറ്റം, സാമൂഹ്യമായ പ്രതിബദ്ധത, സമൂഹത്തിലുള്ള ഇടപെടൽ, ഈ കാര്യങ്ങളിലൊക്കെ കൈരളി യൂണിവേഴ്സിറ്റി A+ കിട്ടിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കൈരളി യൂണിവേഴ്സിറ്റിയുടെ പ്രസ്ഥാനം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിക്ടറിനെസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 2 വിജയങ്ങളുടെയും ആഘോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ ആദ്യ അവസാനം വരെ നിങ്ങളുടെ പിന്തുണയും
സഹകരണം ആവശ്യമാണ്. ഞാൻ സാധാരണ ജോലിക്കാരുടെ പ്രത്യേകതയുണ്ട്. ഏത് കാര്യത്തിനും ഭാഗ്യദേവതയെ കൊണ്ടുപോകും. ഞങ്ങളുടെ നെമ്പാടി ഷോറൂമിലെ ഉദ്ഘാടനത്തിന് ഭാഗ്യദേവതയെ കൊണ്ടുപിടിച്ചാൽ നടത്തിയത് കന്യാകുമാരി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയെ ഞങ്ങളുടെ കന്യാകുമാരി സ്കൂളിലെ വിദ്യാർത്ഥിനെ ഞങ്ങൾ നെമ്പാടി ഷോറൂമിലെ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ജോലിയും ഭാഗ്യവസ്തുക്കൾ നടത്തുന്നുണ്ട്. ഈ പരിപാടിക്ക് അവസാനമായി ഈ തുടർന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥിക്കായിരിക്കും ഞങ്ങളുടെ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഒരു ഡയമണ്ട് റിംഗ് ഈ കയ്യിൽ സമർപ്പിക്കും. കൂടാതെ 5 ഗൃഹോപകരണങ്ങൾക്ക് വേണ്ടി ഇന്നലെ ഈ മറ്റു കുട്ടികൾ സമ്മാനം മേടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കാണണം. നമ്മൾ സമ്മാനം മേടിച്ച് പുറത്തേക്ക് പോകുന്നതല്ല. നമ്മുടെ മറ്റു കുട്ടികൾ ഞങ്ങളുടെ സഹപാഠികൾ അവരെല്ലാം സമ്മാനം മേടിക്കുന്നത് കാണണം. ഇത് നല്ല നേരം ഒരു പാഠം എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാനെൻ്റെ പത്രികയിൽ നൽകുകയാണ്. ഈ ചടങ്ങിൻ്റെ ഏറ്റവും തിളക്കമുള്ള ഒരു വ്യക്തിത്വത്തിനെയാണ് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ എപ്പോഴും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം എങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു IAS നക്ഷത്രത്തിന് നിലയിലെത്താമെന്ന് തെളിയിച്ച കന്യാകുമാരി നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള കന്യാകുമാരി ഇസ്ലാമുദ്ദീൻ IAS അവർ നിറഞ്ഞ പേരിലൂടെ ഇസ്ലാമുദ്ദീൻ IAS മിഷൻ ഡയറക്ടർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായിരുന്നു. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും സാധാരണയായ പൊതുവിദ്യാലയത്തിൽ നിന്നും പഠിച്ച് IAS നെറുകയെത്തി. ഇപ്പോൾ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി കേൾക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ നാനാ തുറകളിൽ ചലനം സൃഷ്ടിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറാണ്. അഭിമാനത്തോടെ ആദരവോടെ ഞങ്ങൾ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ 25 വർഷത്തെ ചരിത്രം അതിന്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഗമത്തിന് നേരിട്ടിറങ്ങി മുന്നിട്ടിറങ്ങിയതിന് നേതൃത്വം വഹിക്കുന്ന കഴിഞ്ഞുപോയ നാളുകളിൽ കൈരളിനെ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാന്യ ഡയറക്ടർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനത്ത് M. നാഗശാസ്ത്രി ആത്മപ്രഭാഷണത്തിന് കുട്ടികളെ ആദരിക്കുന്നതുമായി വിശിഷ്ട സ്നേഹത്തോടെ ഭാഗമായി സ്വാഗതിച്ചു. മിടുക്കരെയും ആദരിക്കുവാൻ ആശംസ അർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മാണിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കുതിരകുളം ജെ, ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും മനസ്സോടുകൂടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ വിജയത്തിന്റെ പാതയിൽ സഞ്ചരിക്കണമെന്ന് 100% മനസ്സോടുകൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരകുളം ജെ അവരുടെ ആദരവോടെ സ്നേഹത്തോടെ കൈവന്നതിനെ സ്വാഗതം ചെയ്യുന്നു. തുടക്കകാലം തൊട്ട് ഞങ്ങൾക്കൊപ്പം നിന്ന് ഏറെ സന്തോഷകരമായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുന്ന പ്രിയപ്പെട്ട വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബീനാജി, ഞങ്ങൾ ഏത് പരിപാടിയിൽ ചേർന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി വെമ്പായത്തിന്റെ സാരഥി ശ്രീമതി ബീനാജിയെ അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബീന അജിത് ഞങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യത്തെ ഉദ്ഘാടന സമയത്ത് തീപ്പൊലിയായി ഞങ്ങൾ നേതൃത്വമാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വെമ്പായം കൈരളി ജ്വല്ലേഴ്സിലെ സ്റ്റാഫുകളുടെ എല്ലാം ബീനേച്ചിയാണ് ബീന അജിത്. ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട നേതാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബീന അജിത്തിനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ ഷോപ്പിലിരിക്കുന്ന മാണിക്കൽ പഞ്ചായത്തിന്റെ ഭാഗമാണ് ശ്രീമതി ബിന്ദു S. ഞങ്ങളുടെ ഏറെ സ്നേഹമുള്ള ഹൃദയം കൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീമതി ബിന്ദു S.നെ ആദരവ് സ്നേഹത്തോടെ കൈകളിൽ സ്വാഗതം ചെയ്യുക. ശ്രീ പള്ളിക്കൽ S. ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ പള്ളിക്കൽ വെമ്പായം എപ്പോഴും കാണുന്ന ഒരു നിൽക്കുന്ന ഒരു സാന്നിധ്യം നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ പള്ളിക്കൽ S.
സ്നേഹപൂർവ്വം ആദ്യമായി സ്വാഗതം ചെയ്തു ശ്രീ പള്ളിക്കൽ ശ്രീമതി സിന്ധു മാനിക്കൽ പഞ്ചായത്തിന്റെ ഒപ്പം വാങ്ങുന്നത് ഞങ്ങളുടെ ഏറെ ഇഷ്ടമുള്ള ബഹുമാനമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമർ സിന്ധു ശ്രീമതി സിന്ധു ആദ്യമായി സ്നേഹത്തോടുകൂടി ശ്രീമതി സുനിത അവരുടെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈലേജന്റെ ജനറൽ മാനേജർ ശ്രീ നസീർ ഖാൻ അവരുടെ ആദരവും സ്നേഹവും ഇതിലേക്ക് സ്വാഗതം. ഇനി സ്വാഗതം ചെയ്യാൻ ഓരോരുത്തരെയും ഞാൻ നേരത്തെ കണ്ടപ്പോൾ പരീക്ഷയുടെ കടമയെ അതിജീവിച്ചു ഓരോ വിദ്യാർത്ഥികളെയും ആഗോപവും സ്നേഹപൂർവ്വം കൈലേജിലെ സ്വാഗതം ചെയ്തു. അവരെ ഈ പരീക്ഷ വിജയത്തിൽ പ്രാപ്തരാക്കിയ രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കളെ സ്നേഹപൂർവ്വം കൈലേജിലെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ മിടുക്കലുമാക്കാൻ പ്രയത്നിച്ച അധ്യാപകർ, ഈ ചടങ്ങ് സംബന്ധിച്ചുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, അവരെ ആദരവോടെ സ്നേഹത്തോടെ കൈലേജിലെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് സംബന്ധിച്ചുള്ള വിദ്യാലയങ്ങളുണ്ട്, വ്യാപാരി വ്യവസായങ്ങളുണ്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്. കൈലേജ് ജ്വല്ലേഴ്സിന്റെ വിവിധ ബ്രാഞ്ചുകളിലെ മാനേജർമാർ, വിവിധ ബ്രാഞ്ചുകളിലെ സ്റ്റാഫുകൾ, പല വിവിധങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ, എല്ലാ വിഭാഗങ്ങൾക്കാരും ഈ ചടങ്ങ് സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും ഈ വൈകികളിൽ കൂടുതൽ ഈ ചടങ്ങ് മഹത്തായ ഈ മണ്ണ് കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ചൈതന്യപൂർണ്ണമായ, ഏറ്റവും ആവേശപൂർണ്ണമായ ഒരു സന്തോഷ നിമിഷങ്ങളാക്കി മാറ്റുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും കൂടെ ചേർന്ന് കഴിച്ച് ആ സൗണ്ട് നേരത്തെ കേട്ട സൗണ്ട് ഇത്രയും പേര് കൈവയ്ക്കും എന്താണ് എന്തിനെല്ലാവരും വന്നിരിക്കുന്നതിനാണ് ഈ കൊച്ചു കുട്ടിയെ ഒരു ആദരവ്. അപ്പൊ എല്ലാവരും ഈ പ്രോഗ്രാം തുടങ്ങി തീരുന്നവരെ നല്ല ആക്റ്റീവായിരുന്നു. ഒന്ന് കഴിച്ച് താങ്ക് യു. ആമുഖ പ്രഭാഷണത്തിനായി കൈലി മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം നാദിർ ഷാ സാറിനെ ഹാർദമായി ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായ ശ്രീ നിസാമുദ്ദീൻ IAS, മിഷൻ ഡയറക്ടർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ശ്രീ പുനരകുളം ജയൻ, പ്രസിഡന്റ് മാണിക്കൽ പഞ്ചായത്ത്, ശ്രീമതി ബീന ജയൻ, പ്രസിഡന്റ് വെമ്പായം ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ബീന അജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ ജി നന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീമതി ബിന്ദു S, പഞ്ചായത്ത് അംഗം, ശ്രീ പള്ളിക്കൽ നസീർ, പഞ്ചായത്ത് അംഗം. ബഹുമാനിയെ, ഇത് ഒരു വളരെ വലിയ ഒരു ജംബോ പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയും ബാധുല്യമായ ഒരു സദസ്സ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഞാൻ എന്നോട് കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ വെമ്പായം ജ്വല്ലറിയിലെ ജനറൽ മാനേജർ ഷാജഹാൻ, അവിടുത്തെ മാനേജർ സീനിയർ മാനേജർ സുധീഷ്, സുരേഷ് തുടങ്ങിയവരോട് പറഞ്ഞു, സാറേ ഇങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിൽ പലരുടെയും കുട്ടികൾക്ക് റിസൾട്ട് വരുമ്പോൾ +2 ഫുൾ A+ കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് കസ്റ്റമറുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ഒരു ആദരവ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി, നമ്മൾ ആ ഒരു പ്ലാൻ ചെയ്തു, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്തോളാം, നമ്മൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അടുത്ത 3-4 ഗവൺമെൻറ് സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളുടെ ഫുൾ A+ വാങ്ങിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തത് റിസൾട്ട് അത് വരുമ്പോൾ പഴയ കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊക്കെ വളരെ തുച്ഛ കുട്ടികളാണ് പാസ്സാകുന്നത്. റിസൾട്ടിൻ്റെ കാര്യങ്ങളൊരു രസകരമായ എന്തൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദരം തരിക എന്നുള്ളതാണ്. അതിന് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ സംസാരിച്ച് വെറുതെ സമയം പറയുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു അനുഭവം മാത്രം പറയാം. ഇന്നത്തെ കുട്ടികൾക്ക് റിസൾട്ട് ആയിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളറിയും. ഞാൻ ഏകദേശം 45 വർഷത്തിന് മുമ്പ് 1978 റിസൾട്ട് പഠിക്കുന്ന സമയത്ത് റിസൾട്ട് അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പത്രത്തിലൂടെ അറിയാൻ പറ്റും. ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്താലും കിട്ടുന്ന പത്രത്തിൽ വരും.
അന്ന് ഞങ്ങൾ കാണുന്ന ഒരേ ഒരു പത്രം അന്ന് ഞാൻ പറഞ്ഞ 45 വർഷത്തിന് മുമ്പുള്ളത് കേരളത്തിൽ പത്രം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് അതിൽ വായിക്കണം, നമ്മുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ പത്രം വരാൻ സമയമായപ്പോൾ ഞാനും അനിയനും 8ൽ പഠിക്കുന്ന അനിയനും ഞാനും കൂടെ ഈ പത്രം കൊണ്ടുവരുന്ന കോഴിയെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം സമയമായപ്പോൾ ഇവൻ പത്രം വാങ്ങിക്കാൻ വേണ്ടി ഇവൻ ഓടി. ഇവൻ്റെ പറയുന്നത് ഞാൻ നമ്മുടെ വീടിൻ്റെ പള്ളിയോട് തോടണം, ഈ തോട്ടിലൂടെ ഓടുന്നത്. ഏകദേശം ഞങ്ങൾ മത്സരിച്ച് 1/2 കിലോമീറ്റർ മുമ്പേ അവിടെ എത്തിയിട്ടാണ് ഈ പത്രക്കാരന് പത്രം വാങ്ങിയത്. അവൻ പോയി പത്രം വാങ്ങിച്ച് അവരുടെ പത്രം കിട്ടുന്നത്. ഞാൻ ഓടിച്ചെന്ന് വിളിച്ചു, അങ്ങോട്ട് വിളിച്ച് റിസൾട്ട് നോക്കാൻ പറ്റാത്ത പത്രം കയറി കമ്പ്ലീറ്റ് പോയി വെള്ളത്തിൽ വീണു. റിസൾട്ട് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് അറിയാനുള്ള മാർഗം വന്ന് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള വീട്ടിൽ പോയി പത്രം വേണം. അതാണ് അന്നത്തെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ അന്ന് എൻ്റെ സ്കൂളിൽ ഫുൾ ഇന്നത്തെ പോലെ ഗ്രേഡല്ലല്ലോ. അന്ന് ഡിസ്ട്രിക്ഷൻ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയാണ്. ശരി പറഞ്ഞാൽ അന്ന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ടുള്ള 3 കുട്ടികളെ ഉള്ളൂ. ഞങ്ങളുടെ ആ വർഷം ഡിസ്ട്രിക്ഷൻ ആരുമില്ല. ഞങ്ങളുടെ ജസ്റ്റ് പാസ്സായി വന്ന ആളെന്ന് ഞാൻ പറയും. പക്ഷേ ഞങ്ങളുടെ ആ ഒരു തലമുറയ്ക്കുള്ള പ്രത്യേകത വായന ഒരു പ്രധാന ഗുണമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കാണാത്ത ഇല്ലാത്ത ഒരു അനുമോദന ചടങ്ങ് ഉദ്ഘാടനം കൂടെ നിർവഹിക്കുന്ന പുള്ളിനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ പുള്ളിനോട് വിളിച്ചിട്ട് പിന്നെ ആദ്യമായി മേഘതരുവാനെ +2 വന്നിട്ട് ഞാൻ പോകുന്നു. ബാക്കിയുള്ള സമ്മാനം കൊടുക്കാനുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ IAS ഉദ്യോഗസ്ഥൻ സാറിന് ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ഇതുമായിട്ട് പറയാനുള്ളത്, ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്, വായന ഒരു ശീലമാണ്. വായന പല രീതിയിലുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ സാഹിത്യ കൃതികൾ മാത്രമല്ല, സഞ്ചാര സാഹിത്യം, അതുപോലുള്ള സാഹിത്യം മാത്രമല്ല, ചരിത്രങ്ങളും മറ്റ് പല മഹാന്മാരായവരുടെ ജീവിതകഥകളും പിന്നെ അതുപോലുള്ള നോവലുകൾ, കഥകളൊക്കെ ഒരുപാട് എല്ലാം നമുക്ക് ഇതിൽ നിന്നെല്ലാം ഒരുപാട് അനുഭവം നമുക്ക് വരും. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് 3 മക്കളുണ്ട്. എല്ലാം കല്യാണം കഴിഞ്ഞതാണ്. അവർ പോലും ഈ ഞാനൊരു ദിവസം വീട്ടിലില്ലെങ്കിൽ കൊണ്ടുവരുന്ന പത്രത്തിൻ്റെ നിവർന്ന് നോക്കത്തില്ല, അവിടെ തന്നെ കിടക്കും. പലപ്പോഴും പത്രം വയ്ക്കുന്ന ബോക്സിനകത്ത് ഇത് കാണും. പക്ഷേ അതിൻ്റെതായ ദൂഷ്യം നിങ്ങൾ ഇപ്പോൾ ഈ മുതിർന്ന തലമുറകളവർക്ക് അതറിയാം. പുതിയ തലമുറ അവർ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ഒരു ഉപദേശമായിട്ട് പറഞ്ഞതാണ്, ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതാണ്. പിന്നെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഓർമ്മ വന്നത് റിസൾട്ടിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാൻ റിസൾട്ടിനെ പ്രതീക്ഷിച്ചില്ല. ഈ അടുത്ത ഈ SSLC റിസൾട്ട് വന്നതിൻ്റെ അന്ന് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ശശി തരൂരാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ FB ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് SSLC റിസൾട്ട് വന്നു, നാളെ +2 റിസൾട്ട് വരും, ജൂൺ 4-ാം തീയതി പഠിക്കാത്തവരുടെ റിസൾട്ട് വരുമെന്നൊരു തമാശ അദ്ദേഹം പറയാൻ പറഞ്ഞത്. തമാശയായിട്ട് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഓർമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിജയം ഈ പ്രദേശത്തുള്ള ഒരു കരസ്ഥമാക്കുന്നത് നമ്മൾ അറിയുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായിട്ട് എങ്കിൽ തന്നെയും വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഈ നാട്ടുകാരായ ഈ കന്യാകുളങ്ങര വെമ്പായം പ്രദേശത്തെ ഗവൺമെൻറ് സ്കൂളിലെയും അല്ലാതെയുള്ള കുട്ടികൾ ഇത്രമാത്രം A+ വാങ്ങാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ തെളിയിച്ചതിന് അതിയായ സന്തോഷം. കൺഗ്രാജുലേഷൻ്റെ പേരിൽ വളരെയധികം സന്തോഷം ഞാൻ ഏർപ്പെടുന്നു. വളരെയധികം സന്തോഷം. പിന്നെ ഇത്തരം ഒരു അവസരം നിങ്ങൾ കിട്ടിയത് നിങ്ങളെല്ലാം ഇങ്ങനെ പാസ്സായി വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആദരിക്കാൻ ഒരു അവസരം കിട്ടിയതാണ്. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ മുഖ്യ ഇനമായി നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ IAS നേടിയ ശ്രീ നിസാമുദ്ദീൻ സാറാണ്. അദ്ദേഹമായിരിക്കും ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ശ്രീ നിസാമുദ്ദീൻ IAS മിഷൻ ഡയറക്ടർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് അംഗം നിസാമുദ്ദീൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ നാദിർഷ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികളായ ശ്രീ കുതിരവൻ ജയൻ, ശ്രീ ലീന ജയൻ, ശ്രീമതി ലീന, ശ്രീ ഹിന്ദു, ശ്രീ പള്ളിക്കൽ നസീർ, ശ്രീ സുനിത, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, നിങ്ങളെ കണ്ടപ്പോൾ ശരിക്കും ഒരു വലിയ പ്രശ്നം നടത്തിയ കൊള്ളാമെന്ന്. പക്ഷെ നിങ്ങളുടെ എണ്ണം സമയവും
ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയപ്പോൾ അത് വല്ലാത്ത കുലച്ചെരിയായി അല്ലേ. 300 പേർക്ക് ഈ മൊമെന്റ് കൊടുത്തു തീർക്കാൻ ഒരാൾക്ക് 5 സെക്കൻഡ് സമയമെടുത്താൽ എത്ര സമയം വേണ്ടി വരും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മനക്കണക്കിന് വ്യത്യാസം പറയുകയാണ് ഇല്ലേ? പിന്നീട് പണ്ട് ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പിതാവ് പേപ്പറിൽ എഴുതി കൂട്ടാൻ പറഞ്ഞാൽ അടിക്കുമായിരുന്നു. മനക്കണക്കിൽ കൂട്ടാൻ പഠിക്കുന്നു. എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ വലിയ ഓമന പേരുകൾ വിളിക്കും, അബാക്കസ് എന്ന് വിളിക്കും, മറ്റു പല പേരുകൾ വിളിക്കും. പക്ഷെ അന്ന് ഈ ശാസ്ത്രം പുരോഗമിക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരുപാട് അറിയിക്കുന്നുണ്ട്. ഈ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കടയിൽ പോയി വാങ്ങിയ എത്ര സാധനം വാങ്ങിയിട്ടുണ്ട്, അതിനകത്ത് എത്ര രൂപയെന്ന് വെച്ച് ഒഴുകില്ലേ ശരിയല്ലേ? തമാശയ്ക്ക് എപ്പോഴും ചെയ്യും. നമ്മുടെ ചെറിയ മീനുണ്ടല്ലോ നെത്തോലി, അതാണ് ഒരു സിനിമയിൽ നെത്തോലി ചെറിയ മീനില്ലാന്ന് പറയുന്നത്. പണ്ട് ഒരുപാട് കിട്ടുമായിരുന്നു. 10 രൂപ കൊടുത്താൽ ഒരു ചട്ടി നെത്തോലി കിട്ടും. അപ്പോൾ ആ നെത്തോലി കൊണ്ടുവന്ന് എണ്ണിയിട്ട് ഒരു നെത്തോലി കിട്ടുമ്പോഴാണ് ചെയ്യും. ഇങ്ങനെ പറയും അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി പഴയ വിദ്യാഭ്യാസ രീതി ഒരുപാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തമായത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ധരിക്കുന്നതിൻ്റെ വിപരീത ഫലമാണ്. ഇപ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താ? ഒരുപാട് ആൾക്കാർ A+ കിട്ടുന്നു, 99% വിജയിക്കുന്നു. ഇപ്പോൾ നേരത്തെ നമ്മുടെ ആവശ്യ പറഞ്ഞതുപോലെ അന്ന് അതേ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഞാൻ 2 വർഷം കഴിഞ്ഞാണ് പഠിച്ചത്. 89-87 പഠിച്ചത്. അന്ന് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ ആകെ 6 ഡിസ്റ്റിങ്ഷനാണ്. ഈ പഞ്ചായത്തിലാകെ 2 ഡിസ്റ്റിങ്ഷൻ, ഉറപ്പായ പഞ്ചായത്ത്. അപ്പോൾ ആ അവസരങ്ങൾ മാറി പോയപ്പോൾ 99% ആൾക്കാർ ജീവിക്കുന്നു. നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കുട്ടികൾ നന്നായി നടക്കുന്ന അങ്ങനെ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താ? ഞങ്ങൾ പാസ്സാകുമ്പോൾ 100 പേരിൽ എഴുതിയാൽ 50 പേര് ജയിക്കുന്നത് അത്ഭുതമാണ് ഇല്ലേ? ശരി. അപ്പോൾ മുന്നോട്ട് മത്സരിക്കാൻ 50 പേരേ ഉള്ളൂ, ബാക്കി 50 അർത്ഥത്തിലാണ് ഇല്ലേ? അത് കഴിഞ്ഞ് പ്രിഡിഗ്രിയിലേക്ക് കടക്കുമ്പോൾ ഈ 50 വീണ്ടും ഒഴിഞ്ഞ് 20 ആയിക്കൊണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ മത്സരം ഇപ്പോഴും നേരെ തിരിച്ചാണ്. ഇപ്പൊ മത്സരം വളരെ കഠിനമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ ഈ പഠനം മാത്രം നമ്മളെ സഹായിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. മുഴുവൻ A+ വാങ്ങിയതുകൊണ്ടോ അല്ലെങ്കിൽ 1200 മാർക്ക് വാങ്ങിയതുകൊണ്ടോ നാളെ ISROയിലെ ഒരു ശാസ്ത്രജ്ഞനാകാനോ അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് കടന്നു വരാനോ നമുക്കൊരു ഉറപ്പുമില്ല. അവിടെ നമ്മൾ മുൻപ് 50% മാർക്ക് വാങ്ങിയ ആൾ മത്സരിക്കുന്ന അതേ ഘട്ടത്തിൽ മത്സരിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പഠനത്തോടൊപ്പം നമ്മൾ മറ്റ് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പാരലായിട്ട് നമുക്ക് ആർജിക്കാൻ കഴിയുന്ന പരമാവധി വിവരങ്ങൾ കൂടി ശേഖരിച്ചു പോകണം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ബുക്ക് വായിക്കാൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളാരും ബുക്ക് വായിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈലുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ബുക്ക് വായിക്കുക. പക്ഷെ ആ ബുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ബുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു പങ്കുണ്ടായിരുന്നു. അന്ന് പഠിക്കുന്ന സ്കൂളിൽ പോയി ലൈബ്രറിയിൽ ബുക്ക് എടുക്കണമെങ്കിൽ 8ാം ക്ലാസ്സിൽ കുട്ടി ഏത് ബുക്ക് എടുക്കണമെന്ന് ആ അധ്യാപകൻ പറയുമായിരുന്നു. ആ ബുക്കാണ് എടുക്കുന്നത് വായിച്ചുകൊണ്ടിരുന്നത്. 1ാം ക്ലാസ്സിലെ കുട്ടി 8ാം ക്ലാസ്സിലെ കുട്ടി വായിക്കേണ്ട ബുക്ക് വായിക്കില്ല. ഇപ്പോ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് MBBS ഡോക്ടർ പഠിക്കുന്ന ബുക്കും ഓൺലൈനിൽ വായിക്കാൻ പറ്റും.
അപ്പോൾ സാഹചര്യം അത്രത്തോളം മുമ്പോട്ട് പോയി. നമ്മൾ ആലോചിച്ചു ശാസ്ത്രം എത്രമാത്രം പുരോഗമിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മൊബൈലിനെ കുറിച്ച് ഞങ്ങളുടെയൊക്കെ കാലത്ത് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കുമായിരുന്നു, ഇല്ലേ? അന്ന് ഒരാൾ ഗൾഫിൽ പോയാൽ ഒരുപാട് പേര് ഗൾഫിലുള്ള മക്കൾ വിളിച്ചിട്ടുണ്ട്. തിരികെ വരുമ്പോഴാണ് നമ്മുടെ രക്ഷകർത്താക്കളെ നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അപ്പോൾ കാണാൻ കഴിയുന്നു, വിചാരിക്കുന്ന നിമിഷം നമുക്ക് കാണാൻ കഴിയും. സയൻസ് അത്രത്തോളം ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സര ബുദ്ധിയും അതേപോലെ ഡെവലപ്പ് ചെയ്യണം അല്ലേ? നാടോടും നാടിനോടൊന്നും ചെല്ലണം. നാട്ടിലോട്ട് നാട് വളരെ വേഗത്തിലാണ് ഓടുന്നത്. നമ്മുടെ കൈക്കുമ്പിളിലായി ലോകമുണ്ട്. ഇന്ന് അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം. നേരത്തെ സാറിനതുപോലെ പിറ്റേ ദിവസം പത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാലം ഇന്നില്ല. കാലം പുരോഗമിക്കുകയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ടില്ല, സംസാരിക്കുന്നത് 3 മണിക്കൂർ സംസാരിക്കുന്നു. ഇവിടെ അടിച്ചിറക്കുകയും ചെയ്യും. അതുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരാണ്. ഇവിടെ നിന്ന് വളർന്ന് ഇവിടെ തന്നെ പഠിച്ച് അത്യാവശ്യം നിങ്ങളെ പോലെ അത്ര മോശമല്ലാതെ അന്നത്തെ സാഹചര്യത്തിൽ പഠിച്ച് ജോലി കിട്ടി. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ ഈ പരിപാടി വിളിക്കില്ലായിരുന്നു. കാരണം ഈ പഞ്ചായത്തിൽ ഞാനതാണ് മാനേജറോട് പറഞ്ഞത്, ഈ പഞ്ചായത്തിൽ സർക്കാർ ജോലിയില്ലാത്ത വീടുകളുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവായിരിക്കും. പഞ്ചായത്ത് മീൻസ് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസമായ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അതേ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പ്രദേശത്തുണ്ട്. പക്ഷേ ഞാനന്ന് പഠിത്തം നിർത്താത്തത് കൊണ്ടും എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടും ആ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ കുറവ് പഠിച്ചത് കൊണ്ടും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറായി നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം കേരളത്തിലാകെ 100 പേരാണ് സിവിൽ സർവീസിലുള്ളത്. 5 ലക്ഷം പേര് ജോലി ചെയ്യുന്നതിൽ 100 പേരിൽ ഒരാളായി മാറാൻ കഴിയുക എന്ന് പറയുന്നത് പ്രയത്നത്തിന്റെ ഒരു ഫലമായി കിട്ടുന്നതാണ്. ഞാൻ നേരിട്ട് ഡയറക്ടർ എഴുതി വന്നയാളാണ്. എന്റെ ജോലിയുടെ നിൽക്കുന്നത് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി എനിക്കൊരു അംഗീകാരമായി കിട്ടിയതാണ് സിവിൽ സർവീസ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും കൂടുതൽ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഒന്നിയുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കാര്യം ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാതെ ശരിയല്ലോ. കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഏതാണ്? 10ാം ക്ലാസ് പാസ്സായവരും 12ാം ക്ലാസ് പാസ്സായവരും നിൽക്കുകയാണ്. എന്താ 10ാം ക്ലാസ്സുകാരുടെ പ്രതീക്ഷ? എന്താ 12ാം ക്ലാസ്സുകാരുടെ പ്രതീക്ഷ? ഇത് രണ്ടും ഒന്നാണ് അല്ല. എന്തുകൊണ്ടാണ്? 12ാം ക്ലാസ് കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഈ പ്രതീക്ഷ കുറവാണ്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നവന് പ്രതീക്ഷ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവൻ +2 എന്ത് പഠിക്കണമെന്ന് കൂടി ഇപ്പൊ തീരുമാനിക്കാൻ പറ്റും. ആ പഠനം തീരുമാനിക്കപ്പെടേണ്ടത് അവൻ എവിടെ എത്തണമെന്ന തീരുമാനമാണ്. നിങ്ങൾ എത്ര പേർക്കാണ് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എവിടെ എത്തണം എന്നൊരു ആഗ്രഹമുള്ളത്? ഒരു ഗോളുള്ള എത്ര പേരാണ് എന്ന് കൈവരാൻ സാധിക്കും? എത്ര പേർക്കാണ് ഞാൻ ആരാകണമെന്ന ഗോളുള്ളത്? നോക്കുന്നു കൈവക്കുന്ന എണ്ണം വളരെ പരിമിതം. അങ്ങോട്ട് നോക്കണ്ട, സ്വന്തമായി നോക്കാൻ പഠിക്കും. എന്നെ തന്നെ നോക്കും, അപ്പുറത്തെ നോക്കരുത്. അങ്ങനെ നോക്കി കൈവക്കുന്നവർ ജീവിതകാലം മുഴുവൻ അങ്ങനെ മാത്രമേ കൈവക്കാൻ കഴിയൂ. എന്റെ തീരുമാനം ഞാൻ എടുത്തിട്ടില്ല എങ്കിൽ എടുത്തിട്ടില്ല എന്ന് പറയുകയും കൈകാട്ടുകയും വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഗോളുണ്ടാകണം ആദ്യം. എന്തുകൊണ്ടാണ് ഗോൾ വേണമെന്ന് പറയുന്നത്? ഒരു ടാർഗറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് നീങ്ങും അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന് ചാടും, ഏതെങ്കിലും പരീക്ഷ എഴുതും, ഏതെങ്കിലും ജോലിക്ക് പോകും എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു ഗോൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ സ്റ്റേറ്റ് സർവീസിൽ കയറുമ്പോൾ അന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ നേരിട്ട് എഴുതിയെടുക്കാൻ കഴിയുമായിരുന്ന സിവിൽ സർവീസ് നഷ്ടപ്പെട്ട ബോധമുണ്ടായത് ആ ജോലിയിൽ പ്രവേശിച്ചപ്പോഴാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും സിവിൽ സർവീസിലേക്ക് എത്തണം. ചുമ്മാ കോടി തന്നാൽ കിട്ടുമോ? ആരെങ്കിലും സോപ്പിട്ടാൽ കിട്ടുമോ? എന്തെങ്കിലും എഴുതിയുണ്ടാക്കി കിട്ടുമോ? പൈസ കൊടുത്താൽ കിട്ടുമോ? ഇല്ല. ആ സർവീസിൽ ഇരുന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ നാടുകൾ പ്രതീക്ഷിക്കുന്നത്, അത് നൽകാൻ കഴിയണം. അത് ഏറ്റവും ആത്മാർത്ഥമായി നൽകാൻ കഴിയണം. മറ്റുള്ളവരുടെ മുമ്പിൽ അത് തെളിയിക്കാൻ കഴിയണം. അങ്ങനെ തെളിയിച്ചാലാണ് ഇത്തരത്തിൽ കടന്നു വരാൻ കഴിയുക. അപ്പൊ ആ ഗോൾ എന്ന് പറയുന്നത് നിശ്ചയിക്കാനുള്ള സമയമാണ് ഇപ്പോ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് നിൽക്കുന്നത്. ആ ഗോൾ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഗോൾ നിങ്ങൾ സ്വപ്നം കാണാൻ കഴിയണം. ഒരു ഡോക്ടറാകണമെന്ന് തീരുമാനിക്കുന്ന ഒരാൾ, അയാളുടെ മനസ്സിൽ, ആ കുട്ടിയുടെ മനസ്സിൽ ആ ഡോക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന സ്വപ്നം മനസ്സിലുണ്ടാകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ ആ ഡോക്ടറായിരുന്ന മനസ്സിൽ. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കാൻ തോന്നും. ഞാൻ
അവിടേക്ക് എത്താനായിരിക്കും. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിക്കുന്ന ഒരാൾ വെഞ്ഞാറമൂടുള്ള ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിച്ചാൽ എത്താൻ പറ്റും. കൊച്ചുകുട്ടിയെ കണ്ടുപിടിക്കുക. ജനിച്ചു കഴിഞ്ഞ കുട്ടിക്ക് നമ്മളെ പോലെ കണ്ണും കൈയും കാലും എല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ആ കുട്ടി എണീച്ചിരിക്കാത്തത്? ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ? കൈയും കാലും കണ്ണും വയറും എല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ആ കുട്ടി എണീച്ചിരിക്കാത്തത്? ആ കുട്ടി എങ്ങനെ എണീക്കാൻ പഠിക്കുന്നത്? ആ കുട്ടി എഴുന്നേക്കാൻ പഠിക്കുന്നത് ആദ്യം പതുക്കെ പിടിച്ചിരിക്കുന്നു, ഇരിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു, വീണ്ടും എണീക്കുന്നു, പിടിച്ച് നിൽക്കാൻ പഠിക്കുന്നു, വീഴുന്നു, പഠിക്കുന്നു. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ എനിക്ക് നിൽക്കുന്നു, എനിക്ക് വിടാൻ വയ്യ, നിൽക്കുന്നില്ല. കുട്ടി തീരുമാനിച്ച എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയാണ് നമ്മളിൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേണം നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് കയറണം. അങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വിജയം. അപ്പൊ നിങ്ങൾ 10 കടന്നപ്പോ ഒരു കടമ കഴിഞ്ഞു, നടക്കാൻ പഠിച്ചിട്ടുണ്ട്. ആ നടക്കാൻ പഠിച്ചപ്പോ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ആരാ? ഈ നാട് ഒന്നാകെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ അഭിനന്ദനത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നെ പോലെ നാളെ ഒരു കാലത്ത് സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എത്ര 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ കന്യാകുമാരി മരത്തിന്റെ തണലിൽ ഒരു സ്റ്റേജിൽ എത്തി എനിക്ക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് സമ്മാനമായി തന്നു. എന്തുകൊണ്ടാണ്? ഞാൻ മാത്രമാണ് പഞ്ചായത്തിൽ ആ പ്രദേശത്ത് ഡിസിഷൻ വാങ്ങിച്ചാണ്. ആ ബുക്ക് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ബുക്ക് എടുത്ത് നോക്കും. എന്തുകൊണ്ടാണ്? എനിക്ക് ആദ്യം കിട്ടിയ അംഗീകാരമാണ്. നിങ്ങൾക്ക് ഈ നാട് തരുന്ന അംഗീകാരമാണ്. നിങ്ങളെ ഈ നാട് വിലയിടുകയാണ്. ഇന്ന് നിങ്ങൾ വിലയിടുകയാണ്. നിങ്ങൾ ഈ ലെവൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും നിങ്ങൾക്ക് പുറകിലേക്ക് പോകാൻ കഴിയില്ല. ഇനി ഇവിടെ നിങ്ങൾ മുന്നിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ ചുവടും അളക്കപ്പെടുകയാണ്. അപ്പോ അടിസ്ഥാനപരമായി 10ാം ക്ലാസ്സിൽ A+ വാങ്ങിയവർ നാളെ ഒരിക്കലും പുറകിലേക്ക് പോകില്ല. 12ാം ക്ലാസ് വാങ്ങിയവർ പുറകിലേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? സ്വയം നമ്മൾ മോട്ടിവേറ്റ്. നമ്മൾ ആരും സഹായിക്കാനാണ്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, അത് ചെയ്യണം പഠിക്കണമെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ സ്വയം ആലോചിക്കാതെ, നമ്മൾ സ്വയം തീരുമാനിക്കാതെ നമ്മൾ ഒരിക്കലും നന്നാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ തന്നെ തീരുമാനിച്ചു കൊടുക്കുക. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ പിന്നെ എന്താ തീരുമാനിക്കുന്നത്? നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് അഭ്യർത്ഥിക്കുക. ഞാനൊരു രക്ഷകർത്താവ്, എന്റെ മകൾ ഡിഗ്രിയിലാണ് എഴുതുന്നതാണ്. മക്കളുടെ ചോയ്സിൽ എഴുതുക. പഠനം മക്കളുടെ ചോയ്സിൽ എഴുതുക. പക്ഷെ എന്ന് വെച്ച് മക്കൾ എങ്ങനെയും പഠിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ മക്കൾ ആ ചോയ്സിലേക്ക് എത്താൻ നമുക്ക് എന്ത് സഹായിക്കാൻ കഴിയും? എങ്ങനെയാണ് മക്കളെ സ്വാധീനിക്കുന്നത്? നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നത് ആ മക്കളെ പഠിപ്പിച്ച അധ്യാപകരാണ്. പലപ്പോഴും നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കൂ, ഏത് സബ്ജക്ട് പഠിക്കണം? അവൻ പറയും കെമിസ്ട്രി എന്ന് പറയും. അവൻ കെമിസ്ട്രി ശാസ്ത്രജ്ഞനായതുകൊണ്ടല്ല, അവനെ കെമിസ്ട്രി പഠിപ്പിച്ച അധ്യാപകൻ ഏറ്റവും നന്നായി പഠിക്കുന്നതുകൊണ്ടാണ് അവൻ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മാത്സ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ മറ്റൊരു കാരണം ഉണ്ടാകാൻ സാധ്യതയില്ല. പലപ്പോഴും രണ്ട് നമ്മുടെ പിയർ ഗ്രൂപ്പിൽ കാണുന്നതാണ്. വീട്ടിലാരെങ്കിലും ഉണ്ടോ, നാട്ടിലാരെങ്കിലും ഉണ്ടോ, ബന്ധത്തിലാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ഡോക്ടറായിട്ടുണ്ടോ, എഞ്ചിനീയറായിട്ടുണ്ടോ? ഇത് സ്വാധീനിക്കും. ഇതുപോലെ സ്വാധീനിക്കുന്നതാണ് കൂട്ടുകാർ. ഏറ്റവും നല്ല കൂട്ടുകാരുള്ളവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് കൂട്ടുകാർക്കാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ അഗ്രികൾച്ചർ കോളേജ് പഠിക്കുന്ന സമയത്ത് 1ാമത്തെ വർഷം മാത്രമേ ഞാൻ സ്വന്തമായി നോട്ട് എഴുതിയിട്ടുള്ളൂ. 2, 3, 4 വർഷം എനിക്ക് നോട്ട് എഴുതി തരാൻ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കാർബൺ കോപ്പി വെച്ച് നോട്ട് എഴുതി തന്ന് പരീക്ഷയുടെ തലേന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിരുത്തി എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഞാനൊരു തെറ്റി കാണുന്നില്ല. അപ്പൊ നമ്മുടെ കൂട്ടുകാർ നമ്മളെ സഹായിക്കും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിത പ്രയാണത്തിൽ ആകമാനം നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെയൊക്കെ സാധാരണ ഭാഷയിൽ വഴി തെറ്റിക്കാമെന്ന് പറയും ഇല്ലേ? നമ്മളൊരു വലിയ യുദ്ധത്തിന് മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും നമ്മുടെ സൈഡിൽ പറയാം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സർവീസ് കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അത്തരം ഡിസ്ട്രാക്ഷനുകൾക്ക് വശം പതിനാകരുത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇന്റർണലൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആർജിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക്
5, 6, 7 വർഷം നിങ്ങൾ പ്രയത്നിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും എന്ന ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് തീർച്ചയായും കൈരളി ജുവലേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനം വളരെ വലുതാണ്. ഒരു നാട്ടിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരിക്കാൻ തീരുമാനിക്കും. ഞാൻ അദ്ദേഹത്തെ പറയുകയായിരുന്നു, നിങ്ങളുടെ ധാരണ തിരുത്തപ്പെടും. അടുത്ത വർഷം ഇതിലേറെ കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ പ്രദേശം സ്വാഭാവികമായി വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരം കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ നിന്ന് നമുക്കറിയാം PSC പരീക്ഷയിലടക്കം മികച്ച വിജയങ്ങൾ നേടിയ ഒരു പ്രദേശം കൂടിയാണ്. ഈ നാടിന്റെ അഭിമാനം നാളെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്ന നാളെയുടെ പ്രതീക്ഷകൾ, നാളെയുടെ മൂലങ്ങൾ. നിങ്ങളിൽ നിന്ന് ഈ നാടേറെ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രതീക്ഷയ്ക്ക് കളങ്കം വരുത്താതെ നിങ്ങളുടെ ആത്മാർത്ഥതയുടെ 100% പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ ചടങ്ങിന്റെ ഏവരുടെയും അനുഭവത്തോടെ എല്ലാവരുടെയും ഈ കുടിയിരിക്കുന്ന എന്നെക്കാളും ഇഷ്ടവ്യക്തികളാണ് എന്റെ കുടിയിരിക്കുന്നത്. ഇതൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ അനുവാദത്തോടെയും ആശീർവാദത്തോടും കൂടി ഈ ചാനൽ വിക്ടറി ഫെസ്റ്റ് 2K24 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത്രയും പ്രചോദനം നൽകുന്ന വാക്കുകൾ സമ്മാനിച്ച ശ്രീ നിസാമുദ്ദീൻ സാറിനെ ഏറെ നന്ദി അറിയിക്കുന്നു. ആദരവും അനുമോദനവും പ്രസംഗിക്കാനെത്തിയ ശ്രീമതി ബീന ജയനെ ഏറെ ബഹുമാനത്തോടെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി ബീന ജയൻ. ആദ്യമായി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാന്യനായ രാജേഷ് വിക്ടറി ഫെസ്റ്റ് 2K24 ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഡയറക്ടർ നിസാമുദ്ദീൻ IAS അവർ, മണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഏറെ പ്രേരിതയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഏറെ പ്രേരിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, അതിലേറെ പ്രേരിതരായിട്ടുള്ള ഇന്നത്തെ ആദരവ് ചടങ്ങ് ഏറ്റുവാങ്ങാൻ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കൾ, കൈരളി ജുവലറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സഹപ്രവർത്തകർ, സ്റ്റാഫുകൾ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെമ്പായം പഞ്ചായത്ത് പരിധിക്ക് അടുത്ത് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതിന്റെ ഉദ്ഘാടനം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏവർക്കും അറിയാം. നമ്മൾ അവിടെ കൂടിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നമ്മൾ അവർക്ക് സമ്മാനം കൊടുത്തുകൊണ്ടാണ് ഈ ജുവലറിയുടെ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ, നമ്മുടെ പണിയൂർ പഞ്ചായത്തായാലും വെമ്പായം പഞ്ചായത്തായാലും ആ സ്കൂളുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് ഈ കാര്യത്തിലുണ്ട്. കാരണം ഞാൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾക്കും സമ്മാനങ്ങളുമായും പരിപാടികൾ നടത്തുന്നതിനുമായും കൈരളി ജുവലറി സ്റ്റാഫുകൾ അവിടെ എത്തുന്നു. പിന്നെ ആദരവിന്റെ പ്രാധാന്യം അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലും അതേ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ആദരവിന്റെ മഹത്വം ഒരു 88 വർഷത്തിൽ 88-ാം വർഷം 1988-ലാണ് ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. ഞാൻ പഠിച്ചത് വട്ടപ്പാറ ഹൈസ്കൂളിലാണ്. അന്നും സ്കൂളില് സാറ് പറഞ്ഞതുപോലെ സ്കൂൾ ഫസ്റ്റ് പെൺകുട്ടികളിൽ SSLCക്ക് സ്കൂൾ ഫസ്റ്റ് എനിക്കായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് ഈ മൊമെന്റോ ഡിക്ഷണറിയായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം മതി. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം. ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാനിത് പറയുന്നത്. അപ്പം ആ ആദരവിന്റെ മഹത്വം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ നാട്, ഈ സംഘടന, ഈ സ്ഥാപനം അതിനേറെ പ്രാധാന്യം നൽകി നിങ്ങളെ എല്ലാവരും ഒരു ലക്ഷ്യം വെച്ച് പഠിച്ച് നല്ല സ്ഥാനങ്ങളിലേക്ക് ചേരട്ടെ എന്ന് ഈ സ്ഥാപനത്തിനോട് സഹകരിച്ച് ഈ സ്ഥാപനം നല്ല രീതിയിൽ നമ്മുടെ ദേശത്ത് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും
അനുമോദനവും ആദരവും നൽകുന്ന എത്തിച്ചേർന്ന മാണിക്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരകുളം ജയൻ സാറിനെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീമാൻ നിസാമുദ്ദീൻ IAS ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ഏറെ ബഹുമാനിയായ റമ്പായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ബീന ജയൻ, ഇവിടെ ആശംസ നടത്തിയ എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ബീന അജിത്ത്, അതുപോലെ തന്നെ ശ്രീ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജനിതു എസ്, അതേപോലെ തന്നെ സുരേഖ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികൾ, വളരെയേറെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ SSLC പ്ലസ് ടു സത്രീകരില്ല അല്ലെങ്കിൽ കാര്യങ്ങളിൽ മൊത്തം A+ വാങ്ങിയ കുട്ടികൾ മാത്രമാണ് ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കാൻ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ സാമാന്യ തെറ്റില്ലാത്ത രീതിക്ക് വിജയം കരസ്ഥമാക്കിയ ഒട്ടേറെ വിദ്യാർത്ഥികൾ വേറെയുമുണ്ട്. അത്രയും ആൾക്കാരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു സ്ഥലത്തും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നമുക്ക് താമസിക്കാൻ കഴിയാത്തത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ ഈ ജയിച്ച് അല്ലെങ്കിൽ വിജയം നേടി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവാണ് ഇത്തരത്തിലൊരു പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് നാം ജനിച്ചു വളർന്ന നമ്മുടെ പ്രാദേശിക തലത്തിൽ വിളിച്ച് നമ്മളെ ഇങ്ങനെ അനുമോദിക്കുക എന്ന് പറയുന്ന ഇത്തരത്തിലേക്കാണ് വലുതായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു ആദരവ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണ്. അത് തീർച്ചയായും നിങ്ങൾ അനുമോദനം അറിയിക്കുന്നു. ഒപ്പം നിങ്ങളതിനെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കൾ, അതോടൊപ്പം അധ്യാപകർ, അതിന് പശ്ചാത്തലം നൽകുന്ന ആ സ്കൂളിലെ PTA, ഒപ്പം അതിൻ്റെ പ്രാദേശിക സർക്കാരുകൾ അല്ലെങ്കിൽ ആ സ്കൂളിന് ഭരണ ചുമതല വഹിക്കുന്ന സർക്കാർ, അത് സത്യസമൂഹ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ അത്തരത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബോർഡോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ കൂടി ഒറ്റ മനസ്സാക്കി നിലനിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗം അതാത് തലത്തിലേക്ക് ക്വാളിറ്റിയോടുകൂടി നമുക്ക് നിലനിർത്താൻ കഴിയും. ഇതിനേക്കാളൊക്കെ ഉപരി ഈ യുവതയുടെ കാര്യം കഴിഞ്ഞു. എനിക്ക് നേരത്തെ പരിചയമുള്ള ഷാജകനെ പോലെയുള്ള ഒരുപാട് അതിലുണ്ട്. അപ്പോൾ അത് ഉത്സവമായാലും ശരി, മറ്റ് സാമൂഹികമായിട്ടുള്ള ചടങ്ങുകളായാലും ശരി, പിന്നെ അവിടെ ആശുപത്രി എവിടെയായാലും കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഞാൻ അതുപോലെ ശ്രദ്ധിക്കുകയാണ്. പൊതുസമൂഹത്തിൽ ഇടപെട്ട് നാടിൻ്റെ കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് സ്വന്തം കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ നിവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി നിറവേറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് ഓർഡറൊക്കെയാണ് കൈരളി ജോലികൾക്കുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തൊക്കെ ആലോചിക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ വിളിക്കണം, ആരെയൊക്കെ വിളിക്കണം, എങ്ങനെ വിളിക്കണം, എങ്ങനെ ആദരിക്കണം, ആര് വേണം. മാണിക്യം പഞ്ചായത്തിൽ പറഞ്ഞ 27-ആണ്. 27-ാം രാവിലെ 10 മണിക്കാലത്തേക്ക് ആദരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഫുൾ A+ വാങ്ങിയാൽ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളതാണ്. അവരൊരു വാർഡ് തലത്തിലൊക്കെ പിന്നെ ആൾക്കാർ അത് ചെയ്തു തുടങ്ങുന്നതാണ്. മറ്റുള്ളവർ ബാക്കി എല്ലാവരെയും തന്നെ വിളിച്ച് നോക്കി ഗ്രാമസഭയൊക്കെ നിങ്ങളെ അഭിനന്ദിക്കും. അപ്പോൾ മാണിക്യ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ആൾക്കാർ കഴിഞ്ഞിട്ടുള്ളത് ഈ വരുന്ന 27-ആണ് രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഇദ്ദേഹം ആദരം കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് ഇതൊരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും നേരിൽ പങ്കെടുക്കും. ഞാൻ പറഞ്ഞു വന്ന ജോലിയുടെ കാര്യമാണ്. അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കാര്യം കൂടി ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ ബന്ധത്തിനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൈരളി ജ്വല്ലറി.
അതുകൊണ്ട് തന്നെ ആ ജ്വല്ലറിക്ക് അതിൻ്റെതായ ഒരു മഹത്വവും അതോടൊപ്പം ഈ അവസരത്തിൽ ഞാൻ അവരെയും കൂടി പ്രശംസിക്കുകയാണ്. പിന്നെ അക്കാഡമിക് കാര്യങ്ങളെ കുറിച്ച് സാർ വന്നതാണ്. വളരെ കാലം മുമ്പ് ഞാൻ അടുത്ത് വന്നതാണ് നടക്കാറാണ്. അപ്പോഴേ സാറ് വിഷൻ ഡയറക്ടറായിട്ട് വരാൻ കാരണം സാർ IAS പോകണം. അപ്പോൾ ഒരു IAS എന്ന് പറയുന്നത് വേറെ സ്വപ്നമാണ് അല്ലേ? IPS IAS ഇത് നാട്ടിലാണ് സാറ് പറഞ്ഞ ഓരോ പേരെ കൊണ്ട് ഇല്ലെന്ന് ഈ സർക്കാരിനാണ്. അപ്പൊ അത്തരത്തിൽ പഞ്ചായത്തിന് നമുക്ക് പോകാനെന്ന് പറയുന്ന അതേക്കുന്ന പോസ്റ്റാണ്. കാരണം ദേശീയകാരുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന അത്രയ്ക്ക് ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിന്റെ ഡയറക്ടറാണ്. നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ സഹായമാണ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും പേരെ വിളിക്കേണ്ടി വരുന്നു പറയൂ അല്ലേ? വേണമെങ്കിൽ വിളിച്ചാൽ നോക്കാതെ കാണാതിരിക്കും. ഇനിയും ഉണ്ട് 2-3 പക്ഷെ സാറ് ചെയ്തേ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്ഥലത്തേക്ക് പഞ്ചായത്തിന് സ്വർണ്ണാവസരം സാറ് ഡയറക്ടറാണ്. അത് എങ്ങനെയാണ് സാറ് IAS എന്നായിരിക്കും? അപ്പൊ സാറിന്റെ വിദ്യാഭ്യാസവും പദവി ആ പദവിക്ക് കാരണം എന്താണ്? ഞങ്ങളെയൊക്കെ പദവി ആദ്യം കിട്ടും. പഞ്ചായത്ത് നമ്മളൊക്കെ നിങ്ങളെല്ലാം ആരെയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? നിങ്ങൾ അധ്വാനിച്ച് സ്ഥായിയായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആദരവ്. നിങ്ങൾ പഠിക്കുന്നത് സാറിനോട് സ്ഥായിയായിട്ട് ആഗ്രഹത്തെ നാമുണ്ടാകും. അപ്പൊ അതേപോലെ സാറിനെ പോലെ ആ കൊച്ചൊക്കെ ഒരുപാട് നേരം കസേരയിരിക്കുന്ന വയ്യാത്തയാണ്. ആശംസകളും അനുമോദനവും അങ്ങനെ എത്തിയ ശ്രീമതി ബീന അജിത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീമതി ബീന അജിത്തിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കൈരളി തൊഴിലുകളുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ M. നാദർശാവകൾ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനും ആദരണീയനുമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ M. നന്ദുണ്ടല്ലോ. ഇനി അടുത്ത ബിന്ദു എസിനെയല്ലേ വിളിക്കാം. മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീ ബിന്ദു എസ്, ബഹുമാനായ ശ്രീ പള്ളികൾ നസീറുകൾ, ശ്രീമതി സുനിത, അതിലുപരി നമ്മുടെ കൈരളി യുവജനയാണ് ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ബോണായി പ്രവർത്തിക്കുന്ന നട്ടലായി പ്രവർത്തിക്കുന്ന ശ്രീ സുനീഷ്, അവിടുത്തെ ജീവനക്കാർ, ഏറെ പ്രിയമുള്ള അമ്മമാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താ ടീച്ചർമാരെ, അതോടൊപ്പം അംഗങ്ങളെ, പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കും ഏറ്റവും പറയാനുള്ളത്, നമ്മൾ എല്ലാവരും A+ വാങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഷയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെക്കാൾ ഏറെ അമ്മമാരും രക്ഷകർത്താക്കളുമാണ് അതിൽ വിഷമിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചു, മുൻകാലങ്ങളിൽ നമുക്കറിയാം SSLCക്ക് 1ാം റാങ്ക് 2ാം റാങ്ക് 3ാം റാങ്ക് എന്ന് പോകുമ്പോഴും ഡിസ്റ്റിങ്ഷനും അതോടൊപ്പം തന്നെ നമ്മുടെ 360 മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും വാങ്ങി കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങുമ്പോഴും ഇന്ന് 300-ലധികം കുട്ടികൾ A+ വാങ്ങിയതിന് നിങ്ങളുടെ നല്ലൊരു ക്ലാസ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു ക്ലാസ് ഉണ്ടാകണം. നമ്മളെല്ലാ പേരും പരസ്പരം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതാറുണ്ട്, വിദ്യ എന്ന 2 അക്ഷരം കൊണ്ട് വിജയം എന്ന 3 അക്ഷരം നേടുമെന്നൊക്കെ ഓർത്തുപോകുകയായിരിക്കും രക്ഷകർത്താക്കളല്ലേ. പക്ഷെ ഞാൻ എന്നെ സൂചിപ്പിക്കുന്നു, വിദ്യ എന്ന 2 അക്ഷരം കൊണ്ട് വിജയം എന്ന 3 അക്ഷരത്തിനും അതിലുപരി വിനയം എന്ന 3 അക്ഷരവും കൂടി നേടാൻ ഇന്നത്തെ സമൂഹ പ്രാപ്തരാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉദ്ഘാടകരോട് പറഞ്ഞതുപോലെ 2 മിനിറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവർക്കും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ അമ്മമാരും നല്ലൊരു കേൾവിക്കാരായി മാറണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകളും അനുമോദനവും നൽകാൻ ചേർന്ന ശ്രീ പള്ളിക്കൽ നസീർ സാറിനെ ഹാർദമായി ഈ വേദിയിൽ സ്വാഗതം ചെയ്തു. എന്തെങ്കിലും 2 വാക്കാൻ പറഞ്ഞു.
ആശംസകൾ നേർന്ന പ്രിയപ്പെട്ട മാണിക്യ ഗ്രാമപഞ്ചായത്തിന്റെ സർവീസ് ഇത് വളരെയധികം വെമ്പായ ഗ്രാമപഞ്ചായത്തിന്റെ സർവീസ് കാര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആളാണ് വീണായത് വെമ്പായ മാനവ ബിന്ദു അതുപോലെ തന്നെ നമ്മുടെ മാണിക്യ ഗ്രാമപഞ്ചായത്തിന്റെ മാനവ എല്ലാവർക്കും നമസ്കാരം. 2 മണിക്ക് പതിവാണ് നമ്മൾ ഇതിലൂടെ പോകുന്നില്ല, പ്രസംഗം പോയില്ല. ഈ റിസർച്ചിൽ പ്രസ്തുതം ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അവരുടെ വീടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കാലം തടഞ്ഞമായി നിൽക്കുന്ന ഈ കൈരളി യൂണിയനൊക്കെ അഭിനന്ദിക്കുകയാണ്. പറഞ്ഞാൽ ഒരു വന്നതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാഴ്ചവെക്കാൻ വേണ്ടി ഇനി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയ സ്ഥലത്തിന് എല്ലാവരും ആശംസകൾ പ്രസ്താവിക്കും. ആശംസകളും അനുമോദനവും നൽകാൻ എത്തിച്ചേർന്ന പഞ്ചായത്ത് അംഗമായ ബിന്ദു ഏറെ ബഹുമാനത്തോട് ഭാഗമായി സ്വാഗതം ചെയ്തു. ബഹുമാനമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പേരൂർ ജുവലേഴ്സ് ഇനി ഒരാളുടെ ഉള്ളൂ, സുനിധി ചേച്ചി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീലാദി സർക്കാരുകൾ വാർഡ് മെമ്പർ കളിക്കൽ നസീർ ഒപ്പം വാർഡ് മെമ്പർ സുനിത വേദിയിൽ സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. SSLCക്കും +2നും ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട മക്കൾ ഭാവിയിൽ മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ ഇതിലും വലിയ വിജയങ്ങൾ കൈവരിക്കട്ടെ, ഇതിലും വലിയ സ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ജുവലേഴ്സിന്റെ അണിയറ പ്രവർത്തകർക്കും ജുവലേഴ്സിനും നന്ദി ഉണ്ടാക്കിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി ആശംസകളും അനുമോദനവും നൽകാനെത്തിയ പഞ്ചായത്ത് അംഗമായ മെമ്പർ സുനിതയെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ആ പേരൻസിന് എന്താ കൊടുക്കാനുള്ളത്, നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ആക്റ്റീവായി. നിങ്ങൾക്ക് ആദ്യം ഏറ്റവും വാങ്ങിക്കേണ്ട സമയമാണ്. എല്ലാവരും ആക്റ്റീവായി നന്നായി കൈകരിച്ച്. താങ്ക് യു. ആദ്യമായി ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് +2 ടോപ്പർ മേഖല ടോപ്പറുമായി മാറിയ ഋതിക രാജി GHS കന്യാകുളങ്ങര ഏറെ ബഹുമാനത്തോടെ നിറകൈയോടെ ഋതിക രാജിയെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേഖല ടോപ്പറുമായി മാറിയ ഋതിക രാജി GHS കന്യാകുളങ്ങര നിറഞ്ഞ ഒരു കൈയിൽ സംസ്കരിക്കുന്ന ഓരോ വ്യക്തികളും ഋതികയ്ക്ക് നൽകാൻ കഴിയുന്നു. എല്ലാവരുടെ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. വളരെ അഭിമാനകരമായ പേരൻസിനും അഭിമാനകരമായ നിമിഷത്തെ കയ്യിൽ മാനേജിംഗ് ഡയറക്ടറായ ശ്രീകം നാദിർഷ സാറിനെ ഹാർദമായി സ്കൂൾ ടോപ്പർ ആരംഭിക്കുന്നു. നല്ലൊരു കൈ ഒരിക്കൽ കൂടി നല്ലൊരു കൈ
അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കൈരളി ജുവലേഴ്സിന്റെ ബിൽഡിംഗിന്റെ ഉടമസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപികയാണ്. ഈ അധ്യാപിക എത്രയോ വർഷം കുട്ടികളെ വിദ്യ വളർത്തുന്ന അധ്യാപികയാണ്. വ്യക്തി തന്നെ ഒരു സന്തോഷം മകളുടെ വ്യക്തിത്വമായിരുന്നു. ഏറ്റവും പരിപാടി ഞങ്ങളുടെ നിർവഹിക്കാനായി സ്വാഗതം ചെയ്യുന്നു. മെഗാ ഞാനുള്ള സമയമാണ്. മെഗാ ഞാനുള്ള ഡൈനാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ആ ഒരു ഭാഗ്യശാലി ആയിരുന്നു നമുക്കിപ്പോൾ. ആ ഒരു ഞങ്ങൾ എടുക്കുന്ന കൂപ്പൺ ഇവിടെ 5 ഗൃഹോപകരണങ്ങൾക്കുള്ള ഞാനെടുപ്പാണ് ഇവിടെ ആദ്യം നടക്കുന്നത്. 5 സമ്മാനങ്ങളാണ് 5 പേർക്ക് ലഭിക്കുന്നത്. 5 ഗൃഹോപകരണങ്ങളാണ് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. അപ്പൊ 5 പേർക്കുള്ള ഞാനെടുക്കുന്ന സമയമാണ്. ആദ്യം നടക്കുന്നത് ഡയമണ്ട് റിംഗ്. ഡയമണ്ട് റിംഗുകളായി ആദ്യമായി നടക്കുന്നത് എല്ലാവരും കൈയ്യടിച്ചോളണം. ഇതിലെല്ലാവരുടെ കാര്യങ്ങളുള്ളത് ഈ സ്ഥലത്തില്ലാത്ത ആർക്കും ഈ സമ്മാനം നൽകുന്നത് കൂപ്പണിൽ പേര് വെച്ച തീർച്ചയായിട്ടും നമ്മൾ കൂപ്പൺ ചെയ്യും. കൈയ്യടിച്ച് ആഹ്ലാദത്തോടുകൂടി കടന്നു പോവാം. അതിന്റെ സമ്മാനമാണ് ആരതി അനിൽ. ആരതി അനിൽ കൂപ്പൺ നമ്പർ 115 ആരതി അനിൽ ഒരു ഡയമണ്ട് എന്ന ഈ ഒരു ഇവരുടെ അവസാനിക്കുന്ന ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഈ ഒരു ഒരു ഡയമണ്ട് റിംഗ് ആണ് ആരതി അനിൽ കൂപ്പൺ നമ്പർ 151. ഒരു ഡയമണ്ട് റിംഗ് സ്വന്തമായി സാധനയിൽ നിന്ന് ആ ഒരു ഡയമണ്ട് റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ആരതി അനിൽ. ആരതിയുടെ പേരൻസിന് ഇല്ലാതുള്ള വിക്ടറി വെസ്റ്റ് 2024 സമ്മാനങ്ങളിലെ അവസാന നിർണായകങ്ങളിലെ മെഗാ തെരഞ്ഞെടുപ്പിലുള്ള ഗൃഹോപകരണങ്ങൾക്കുള്ള സമ്മാനം ചെയ്തു ആരൊക്കെയെന്നറിയാം. എല്ലാവർക്കും ഈ പരിപാടി വിജയമാക്കി നിർത്തുന്നതിൽ പങ്കുവഹിച്ച എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട്
the soul of royal art. Kairali Jewelers,